ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നത്, അതായത് ബേബി വേർഷൻ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മമ്മി വേർഷൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത ആ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങളാണ് ഡെലിവറിക്ക് പ്രിപ്പയർ ആകുന്ന ഒരു മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ എല്ലാം തന്നെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടിയിട്ട് ബാഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതെന്ന് കാണിക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡെലിവറിക്ക് പ്രിപ്പയർ ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലോത്ത്, അതായത് കോട്ടൺ ക്ലോത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കോട്ടൺ ക്ലോത്താണ് വാങ്ങി വച്ചിരിക്കുന്നത്. ഒരു 10 മീറ്ററോ 20 മീറ്ററോ, അത് എങ്ങനെയാണോ നിങ്ങളുടെ ഒരു അവൈലബിലിറ്റി, അതിനനുസരിച്ച് നിങ്ങൾ അതൊന്ന് കളക്ട് ചെയ്യുക. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഡെലിവറിയുടെ ടൈമിൽ നമുക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. പ്യുർ കോട്ടൺ ആണ്. നമുക്ക് ഒന്നുകിൽ ഇതിന് ഡ്രൈ ക്ലീനിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്യുർ കോട്ടൺ വാങ്ങിയിട്ട് വൃത്തിയായിട്ട് കഴുകി നമുക്ക് മടക്കി കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി വെച്ചാലും മതി. ഇത് ഞാനിവിടെ ചെറിയ പീസസ് ആക്കി, തീരെ ചെറിയ പീസസ് ആക്കിയല്ല വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ചെറുതാക്കാം. അപ്പോൾ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെറുതാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സൈസിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു പകുതി ക്വാണ്ടിറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ കോട്ടൺ ക്ലോത്ത് കരുതി വെക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഐറ്റം, നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഡെലിവറി ടൈമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു സാധനമാണ് നമ്മുടെ സാനിറ്ററി നാപ്കിൻ അല്ലെങ്കിൽ സാനിറ്ററി പാഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പകുതി മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും കുറച്ച് വലിയ സൈസിൽ, ഇപ്പം നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നത് ലാർജോ അല്ലെങ്കിൽ എക്സലോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡെലിവറി ടൈമിൽ കുറച്ച് വലിയ സൈസ്, അതായത് XXL XXL ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം നോർമൽ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്ലീഡിങ് റേഞ്ച് ആയിരിക്കില്ല നമുക്ക് ആ ഡെലിവറി ടൈമിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ബ്ലീഡിങ് റേഞ്ച്. അപ്പം അതുകൊണ്ട് കുറച്ച് വലിയ പാഡ്സ് എടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത, ചെയ്തുകൂടാത്ത ഒരു ഐറ്റമാണ് സാനിറ്ററി പാഡ്സ്. ഒരുപാട് പേർ മിസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. ഡിസ്പോസിബിൾ ടൈപ്പ് പാൻറ്റീസ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു ടൈമിൽ. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും C-സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ, എന്ത് ടൈപ്പ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ് ഡിസ്പോസിബിൾ ടൈപ്പ് പാൻറ്റീസ്. അപ്പോൾ ഞാനത് കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. ഇൻ കേസ് നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ നോർമൽ പാൻറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അത് കഴുകാനോ അല്ലെങ്കിൽ ഉണക്കാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഡിസ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ യൂസ് ആൻഡ് ത്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ മാത്രമല്ല നമുക്ക് ഇതിൽ പാഡ് വെയർ ചെയ്യാനും വളരെയധികം കംഫർട്ടബിൾ ആണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ കുറച്ച് ബ്രാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോർമൽ ടൈപ്പ് ബ്രാസ് അല്ല, ഫ്രണ്ട് ഓപ്പൺ ടൈപ്പാണ്. കാരണം നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ വരുന്ന ടൈപ്പാണ്. അതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നോർമൽ സൈസിനേക്കാൾ കുറച്ചുകൂടി അടുത്ത ലെവലോ അല്ലെങ്കിൽ അതിനടുത്ത ലെവലോ ഒക്കെയുള്ള ആ ഒരു സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാര്യം ഡെലിവറി ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചേഞ്ച്, നമ്മുടെ ഫിസിക്കലി ഒരുപാട് ചേഞ്ച് ഉണ്ടാകുന്ന ഒരു ടൈമാണ്.
അപ്പോൾ ആ സമയം നമ്മൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നർവെയർസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ഔട്ടർ വെയർ ആണെന്നുണ്ടെങ്കിലും അധികം ടൈറ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ടഫായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നോർമൽ യൂസ് ചെയ്യുന്ന സൈസിൻ്റെ തൊട്ട് അടുത്ത സൈസാണ് യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടി വലിയ. നോർമലി നിങ്ങൾ എക്സൽ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ XXL XXL ഒക്കെ യൂസ് ചെയ്യുക, നോർമൽ സാധനങ്ങൾ. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ കുറച്ച് വലിയ സൈസ് മേടിച്ചതാണ്. ഇനി ഇൻ കേസ് നമുക്കിപ്പോൾ പലർക്കും ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്തൊന്നും ഈ ഇന്നർവെയർസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. ബ്രാസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടി ഉണ്ട്. അതാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ബ്രസ്റ്റ് പാഡ്സ് അല്ലെങ്കിൽ നിപ്പിൾ പാഡ്സ് ആണ് അത്. ഇതിപ്പോൾ സിലിക്കൺ ടൈപ്പ് നിപ്പിൾ കവറിങ് ആണ്, നിപ്പിൾ പാഡ്സ് ആണ്. വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒന്നാണ്. പിന്നെ നമുക്ക് ഇത് റീയൂസബിൾ ആണ്. നമുക്ക് ക്ലീൻ ചെയ്ത ശേഷം, നമുക്കിപ്പം ഹോട്ട് വാട്ടറിലോ മറ്റോ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെയും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റായിട്ടും ഇതിനെ ഉൾപ്പെടുത്തി. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ് വെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ പലർക്കും അഡ്മിറ്റ് ആകാൻ പറയുന്നത് ഡെലിവറിക്ക് മുന്നേ ഉള്ള ഡേറ്റിലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം തൊട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ വെയർ ചെയ്യാനുള്ള ഡ്രസ്സസ് ആവശ്യമായിട്ട് വരും. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നൈറ്റി പോലുള്ള ഐറ്റംസ്. പൊതുവേ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള നൈറ്റ് ഡ്രസ്സസ് ആണ്, സ്യൂട്ട് ടൈപ്പ് നൈറ്റ് ഡ്രസ്സസ് ആണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ വളരെയധികം കംഫർട്ടബിൾ ആണ്. നമ്മുടെ വയറിനൊക്കെ വളരെയധികം കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് നോർമൽ സൈസ് അല്ല, XXL സൈസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സൈസ് വെച്ചിട്ട് എനിക്ക് XL ആണ് എന്നുണ്ടെങ്കിലും വയറിനെ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് XXL ആയിട്ടുള്ള സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമുക്ക് ആഫ്റ്റർ ഡെലിവറി നമുക്ക് യൂസ്ഫുൾ ആണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും ഒക്കെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് നൈറ്റ് ഡ്രസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പലരുടെയും ഡൗട്ടാണ്, നമുക്ക് മേ ബി ചിലപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള നൈറ്റ് ഡ്രസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാൻറ്റൊന്നും ഉപയോഗിക്കാനായിട്ട് അത്രയും, ഇപ്പോൾ C-സെക്ഷൻ ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പാൻറ്റൊക്കെ ഇടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ടോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഐറ്റം കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള റാപ്പ് അറൗണ്ട് സ്കേർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കണ്ടില്ലേ, ഇത് ഒരു സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള റാപ്പ് അറൗണ്ട് സ്കേർട്ട് ഞാൻ 2 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. മുന്നേ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു റാപ്പ് അറൗണ്ട് സ്കേർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു നൈറ്റി ടൈപ്പ് വരുന്ന, എന്നാൽ നൈറ്റി എന്ന് തീരെ തോന്നാത്ത ടൈപ്പിലുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ ഇതും ഞാനൊരു 3-4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സിപ്പുണ്ട്. നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് വളരെയധികം കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ സിപ്പ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ സിപ്പാണ്. അപ്പം ഈ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ സിപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് ഇത്. ഇത്രയും മാത്രമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിനകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ഐറ്റംസിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. കാരണം നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകുന്നത് തൊട്ട് നമ്മൾ ഡിസ്ചാർജ് ആകുന്ന ആ ഒരു ടൈം വരെയും നമുക്ക് എന്തായാലും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അത്യാവശ്യമായിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത നമ്മുടെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസ്, നമുക്ക് ചപ്പൽസ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ
ടവൽസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതെല്ലാം നമ്മളെല്ലാവരും ഒട്ടും മറക്കാത്ത സാധനങ്ങളാണ്. അപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ ഈ കാണിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റം മാനുവൽ ബ്രസ്റ്റ് പമ്പ് ആണ് വാങ്ങിയിരിക്കുന്നത്. ഇങ്ങനൊരു ബോട്ടിലും അതുപോലെ തന്നെ ഇതാണ് ആ ഒരു പമ്പിൻ്റെ ആ ഒരു പോർഷൻ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് പലർക്കും ഡെലിവറി ടൈമിൽ ബ്രസ്റ്റ് ഫീഡിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബ്രസ്റ്റ് പമ്പ് വഴി മാനുവലായിട്ടുള്ളതും ഉണ്ട്, ഇലക്ട്രിക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മാനുവലായിട്ടുള്ള ബ്രസ്റ്റ് പമ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒഴിവാക്കേണ്ട സാധനങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ജന്യാക്ഷയ് സൈനിങ് ഓഫ്.